സംഗീത, ആ നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കണം മോളെ. പറഞ്ഞോ അച്ഛാ. മോളെ, നീ മഹാറാണി മാതിരിയാ വീട്ടിൽ വളർന്നു വന്നേ. ഇപ്പൊ ആ വീട്ടിൽ പോയിട്ട് സ്റ്റവ് അടുപ്പ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ഇരിക്കും നീ? എനിക്കിഷ്ടമല്ലെങ്കിലും നിനക്ക് ആഗ്രഹമുണ്ടെന്നാ ഞാൻ ഈ കല്യാണമൊക്കെ നടത്തിയ. ഇപ്പോ നിന്റെ അച്ഛനൊരു ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റുമോ? പറഞ്ഞോ അച്ഛാ. നീ എന്ത് ചെയ്യുവോ ഏത് ചെയ്യുവോ എനിക്കൊന്നും അറിയില്ല. ആദ്യം നിന്റെ ഹസ്ബൻഡിനെ ആ വീട്ടിൽ തന്നെ വിളിച്ചോണ്ട് വന്നേരെ. അവന് വേണ്ടി ഒരു ഫാക്ടറി കെട്ടിത്തരാം, അത് നോക്കിക്കൊണ്ടിരിക്കട്ടെ. അല്ല മോളെ, നിന്റെ ഹസ്ബൻഡിന് ഒരു തനി സ്ഥാനം വേണ്ടേ? നിന്റെ ജീവിതം നന്നായിട്ടിരിക്കണമെങ്കിൽ ചേട്ടനനിയന്മാരെ പിരിച്ചു വെച്ച് നീ ജീവിക്കേണ്ട പണി നോക്ക്. നിന്റെ അച്ഛന്റെ ഈ ആഗ്രഹം നീ ചെയ്യുമല്ലോ മോളെ. ശരി അച്ഛാ. നല്ലത് മോളെ. ഞാനും നോക്കാടാ ഈ തേൻ കൂടെ എത്ര ദിവസം ഒന്നിച്ചിരിക്കുമെന്ന്. ഇങ്ങോട്ട് നോക്ക്. നാളെ നിന്റെ അനിയന്മാരൊക്കെ കല്യാണം ചെയ്ത് ജീവിതം തുടങ്ങുമ്പോ നിന്റെ കൂടെ ഇരിക്കുന്നെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നേ. അയ്യോ, അതൊക്കെ എന്തിനാ മോളെ? ഇപ്പോഴല്ലേ ഈ വീട്ടിലേക്ക് നീ ആദ്യമായിട്ട് വന്നത്. വേറെ ഏതെങ്കിലും മുതിർന്നവരുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുന്നതിന് പകരം എന്റെ അടുത്ത് പോയി. 3 തലമുറകളെ കണ്ട വ്യക്തിയാണ് മുത്തശ്ശി. മുത്തശ്ശിയുടെ അല്ലാതെ വേറെ ആരുടെ അനുഗ്രഹം ഞങ്ങള് വാങ്ങിക്കുക? മുത്തശ്ശി എന്നെ പറ. നന്നായി വരുമെന്നൊരു വാക്ക് പറഞ്ഞ മാത്രം മതി. ഞങ്ങള് സന്തോഷത്തോടെ ജീവിക്കും. ഞങ്ങളെ അനുഗ്രഹിക്കണം. നന്നായിരിക്കട്ടെ മോളെ. പെണ്ണും ചെറുക്കനും പെട്ടെന്ന് വാ, ഫോട്ടോ എടുക്കാൻ സമയമായി. വാടോ പെട്ടെന്ന് വാ, സമയമായി. ഒന്ന് നിക്കണേ, നിങ്ങളൊന്ന് വരൂ. ഞാൻ വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏട്ടാ, നിങ്ങളുടെ ഏട്ടനെ അനിയന്മാരെയൊക്കെ വിളിക്ക്. എല്ലാരും ഒരുമിച്ച് ഫോട്ടോ എടുക്കാം. നീ തന്നെ വിളിക്ക്. ഏട്ടാ, ഏട്ടനും വാ. ഞാൻ എന്തിനാ മോളെ, നിങ്ങൾ എങ്ങെടുത്തോ? അങ്ങനെയല്ല, ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്നൊരു ഫോട്ടോ എടുക്കല്ലേ. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നീട് ആ ഫോട്ടോ കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും. ശരി മോളെ. സുബു, നിന്റെ ചേട്ടനോട് നിനക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? കല്യാണവും കഴിഞ്ഞു, ഭാര്യയും വീട്ടിലോട്ട് വന്നു. ആ തടിയൻ ചക്കൻ കൂടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവനത്ര നല്ല ആളൊന്നുമല്ല. വൃത്തികെട്ടവൻ, ആഭാസൻ, പെണ്ണുപിടിയൻ, ഇതിനൊക്കെ പുറമെ വാലാട്ടുന്ന നായ അവൻ. ഓ മുത്തശ്ശി, നിങ്ങൾ ആരോട് സംസാരിക്കുന്നേ? അമ്മമ്മ അതൊന്നും പറഞ്ഞിട്ടില്ല. അമ്മമ്മ വായ തുറന്ന് എന്നെ നന്നായിട്ട് ആശീർവദിച്ചോണ്ടിരുന്നതാ, അല്ലേ അമ്മമ്മ? താൻ ഫോട്ടോ എടുക്കടോ. നീ കുറച്ചടുത്ത് വാ. കുറച്ചുകൂടത്തേക്ക് വരൂ. വാ, കുറച്ചുകൂടത്തേക്ക് വരൂ. നേരെ നിൽക്കൂ. മുത്തശ്ശി, ഇങ്ങോട്ടാ. എന്തിനാ മോളെ? ഇനി പാചകമൊക്കെ ഞാനാണ് ചെയ്യാ. നീ എന്തിനാ മോളെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഇത്രയും കാലം ഈ വീടിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി റെസ്റ്റ് എടുക്ക്. ചെറിയ മേഡം. ആഹാ, എന്താ രാമയ്യ? വലിയ മുതലാളി ഈ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. എല്ലാ പാത്രത്തിലും നിങ്ങളുടെ പേരുണ്ട് മേഡം. ഇതെല്ലാം തിരിച്ചെടുത്തോണ്ട് പോ. അതെന്തിനാ മേഡം?
ഇത്രയും വർഷങ്ങളായിട്ട് ഈ വീട്ടില് ഇത് എന്റെ സാധനമാണ്, എന്റെ പാത്രമാണെന്ന് സഹോദരന്മാർക്കിടയിൽ ഒരു വേർവ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇത് എന്റെയാണ്, എന്റെ പാത്രമാണെന്ന് പറയുന്നതില് എന്ത് ന്യായമുള്ളത്? രാമനെ ലക്ഷ്മണനെയും പോലെ ഉദാഹരണമായിരിക്കുന്ന ഈ കുടുംബത്തില് ഞാൻ ജീവിക്കുകയാണെന്ന് ഓർക്കുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ദയവ് ഇതെന്നെ ഒറ്റപ്പെടുത്തരുത്. ഈ വീട്ടിലൊരു മരുമകളാണെന്ന് ഒരു വിളിപ്പേര് മാത്രം മതി എനിക്ക്. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇവിടെ ഈ പാത്രങ്ങൾ കൊണ്ടുവരുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ദയവ് ഇത് നിങ്ങളിത് തിരിച്ചു കൊണ്ടുപോകണം. ചെല്ല് രാമയ്യ. ചേട്ടന് ഞാൻ ഈ വെത്തല കൊടുത്തിട്ട് വരാം. ശരി. ഇതുപോലൊരു ഭക്ഷണം കഴിച്ചിട്ട് നാളെ കുറെ അതെ ചേട്ടാ. ചേട്ടാ രസം ഭയങ്കര രസം ഉണ്ടായിരുന്നല്ലേ? നീ കഴിച്ചോ? ഇല്ല, 2 ഗ്ലാസ് അങ്ങനെ തന്നെ കുടിച്ചു. നല്ല രുചി ഉണ്ടായിരുന്നു മോളെ. അല്ല, സാമ്പാറിൽ മോള് പൊടിയിട്ടായിരുന്നോ അതോ മോൾ അരച്ചു കൂട്ടിയതാണോ? ഞാൻ അരച്ചത്. അതാ രുചി കൂടാൻ കാരണം. ഞാൻ പറഞ്ഞില്ലായിരുന്നോടാ അരച്ചു കൂട്ടിയതാണെങ്കിൽ രുചി കൂടുമെന്ന്. അതെ. എന്തായാലും വളരെ നന്നായിരുന്നു മോളെ. ഒരു മിനിറ്റ്. ഇപ്പൊ ഒഴുകി. നിങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഉണ്ടാക്കിയ മാങ്ങാ ചട്നി സൂപ്പർ. ആ മുത്തശ്ശി, വെറ്റിലപ്പാക്ക്. പഴം വേണോ? വേണ്ട. മോളെ, ഇത്രയും നല്ല ഗുണങ്ങളുള്ള നിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചിരുന്നു. ഏട്ടൻ എന്തേ പറയുന്നേ? കല്യാണ മണ്ഡപത്തിൽ നീ നിന്റെ അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പുറകിൽ നിൽപ്പുണ്ടായിരുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും നീ വേർപെടുത്തുമെന്ന് ഞാൻ വല്ലാതെ പേടിച്ചുപോയി. പക്ഷേ പാത്രത്തിലിരുന്നത് പോലും വേർപിരിക്കരുതെന്ന് നീ പറഞ്ഞപ്പോ ഈ വീടിന്റെ ശരിയായ മരുമകൾ നീയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അച്ഛൻ എന്നെ ഒരുപാട് ലാളിച്ച വളർത്തിയത്. കയറി ചെല്ലുന്ന വീട്ടില് തന്റെ മകള് കഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഓർത്ത് ഭർത്താവായിട്ട് ഒറ്റയ്ക്ക് താമസിക്കാൻ പറഞ്ഞു. ആ സമയത്ത് മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു മകളുടെ ഉത്തരവാദിത്തം ഓർത്ത് ഞാനും അതിനെ സമ്മതിച്ചു. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഈ വീട്ടിലെ മരുമകളാകാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാ ഞാൻ ഇന്നുണ്ടാക്കിയ ഭക്ഷണത്തിൽ ഒരല്പം പോലും ഉപ്പല്ലായിരുന്നു. എന്നിട്ടും കേറി വന്ന മരുമകളുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ലെന്നോർത്ത് സാമ്പാർ കൊള്ളായിരുന്നു, രസം അട്ടിപ്പൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതുപോലൊരു ഭാഗ്യം വേറെ ആർക്കാ കിട്ടുക? എന്താ മോളെ, എല്ലാം നന്നായിട്ട് നടന്നില്ലേ? അതേ ആരല്ല ഞാനും കഴിച്ചത്. അപ്പൊ എനിക്കറിയില്ലേ. ഏട്ടൻ പിന്നെയും കുഴപ്പമില്ല, ഒരു മടിയില്ലാതെ എന്നെ പ്രശംസിച്ചു. പക്ഷെ നിങ്ങളുടെ രണ്ടാമത്തെ അനിയനോ നിങ്ങൾ പറയുന്നതിനൊക്കെ മുമ്പേ വന്ന് മാങ്ങ ചമ്മന്തി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അതിനിപ്പോ എന്തു പറ്റി? ഇന്ന് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഏട്ടാ. എന്താ മോനെ? അതെ, ഞാൻ നിങ്ങളെ കുറിച്ച് ഒരു കാര്യം കേട്ടു. സത്യമാണോ? എന്താ കാര്യം? ഒരു സിഗരറ്റ് ഉണ്ടോ? ഞാൻ ഇതുവരെയ്ക്ക് സിഗരറ്റ് ഒന്നും വലിച്ചിട്ടില്ല മോനെ. ബീഡിയുണ്ട്, ബീഡി. തരൂ. ഇന്ന പിടിച്ചോ. അല്ല, നീ എന്തോ കണ്ടു എന്ന് പറഞ്ഞല്ലോ, എന്താണാവോ? എന്താ കാര്യം? അതെ, നിങ്ങളുടെ അടുത്ത് ബീഡി ഉണ്ടാവുന്ന എനിക്കറിയാം, പക്ഷേ തീപ്പിടി നിങ്ങളുടെ അടുത്ത് ഉണ്ടോന്ന് അറിയില്ല. അതൊക്കെ നോണേണ്. എന്തോ പറയണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാനിവിടെ വന്നപ്പോ നീ എന്തൊക്കെയാ പറയണേ? പാടാടുന്നു. പോടോ അവിടുന്ന്. എന്താണാവോ നോക്കുന്നത്? ഒന്നുമില്ല അടുത്തി. ഇതല്ലേ? അല്ലല്ല, ഇതാ. കുഴപ്പമില്ല, വാങ്ങിച്ചോ. താങ്ക്സ് അടുത്തി. ഓ,
ഒന്ന് നിക്കോ. ഏട്ടന് വേണ്ടി ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ചോളാം. ഞാൻ ഇതിലൂടെ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടില്ലല്ലോ മോളെ. ഞാന് പച്ചവെള്ളത്തിലാ കുളിക്കുന്നത്. തണുപ്പുള്ള സമയത്ത് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല. ആ തണുപ്പോ? എവിടെ? ഉച്ചി ഉരുന്ന് വെയിൽ പുറത്തടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? അല്ല ഏട്ടാ, വെയിലുള്ളപ്പോഴും നിങ്ങൾ ചൂടുവെള്ളത്തിലേ കുളിക്കാവൂ. ഉം. ആ. ഓ ചെറിയ മുതലാളിയാണോ? അതിന് നീ കാവൽ. വളരെ നന്നായിട്ടുണ്ട്. നല്ല മനസ്സ്, നല്ല ചേട്ടത്തി. അല്ല, അവൻ എന്താ വലിക്കുന്നത്? ബീഡി. ബീഡി. വളരെ നന്നായിട്ടുണ്ട്. വല്ല കട്ടൻ ബീഡിയൊക്കെ വലിച്ചിട്ട് അവന് ശരീരം കളയരുതെന്ന് പറഞ്ഞേക്ക്. ഇപ്പോ കടയിലേക്ക് നല്ല സിഗരറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ, അത് മേടിച്ചിട്ട് വലിക്കാൻ പറ. ഞാൻ തന്നാന്ന് പറയണ്ട കേട്ടല്ലോ. എന്റെ അമ്മേ.